വചനമൊഴി കൈത്താക്കാലം 2-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 4:32-40, ഏശയ്യ 4:2-6, 2 കോരിന്തോസ് 3:4-12, ലൂക്കായുടെ സുവിശേഷം 15:11-32. ഈശോയിൽ സ്നേഹമുള്ളവരെ, കൈത്താക്കാലം 2-ാം ഞായറാഴ്ച ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചുമാണ് പ്രധാനമായും തിരുവചനങ്ങളിലൂടെ ധ്യാനിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്കുള്ള മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണം പങ്കുവയ്ക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ അനന്യമായ പ്രകടനമായിരുന്നു ദൈവം ഇസ്രായേലിനോട് കാണിച്ചത്. എല്ലാ ജനതകളിൽ നിന്നും തെരഞ്ഞെടുത്ത് കർത്താവ് സ്വന്തമാക്കിയ ജനത്തോടൊപ്പം അവിടുന്ന് എപ്പോഴും എല്ലായിടത്തും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്കുള്ള മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ അനന്യമായ പ്രകടനമായിരുന്നു ദൈവം ഇസ്രായേലിനോട് കാണിച്ചത്. എല്ലാ ജനതകളിൽ നിന്നും തെരഞ്ഞെടുത്ത് കർത്താവ് സ്വന്തമാക്കിയ ജനത്തോടൊപ്പം അവിടുന്ന് എപ്പോഴും എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഈജിപ്തിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം അതിൻ്റെ അടയാളമായിരുന്നു. തിരഞ്ഞെടുപ്പ് ഒരു അനുഗ്രഹമായിരിക്കുന്നത് പോലെ അത് ഒരു ഉത്തരവാദിത്വത്തിലേക്കുള്ള വിളിയാണെന്നും തെരഞ്ഞെടുത്തവനോട് വിധേയത്വം ഉണ്ടായിരിക്കണമെന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. നിയമങ്ങൾ അനുഷ്ഠിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ടാവണം തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റേതായ കടമ നിർവഹിക്കുവാനും ഫലം പുറപ്പെടുവിക്കുവാനും. തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടവരാണ്. എന്നാൽ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ദൗത്യം മറക്കുമ്പോൾ ദൈവം അവരുടെ ചരിത്രത്തിൽ ഇടപെടുന്നുണ്ട്. തരത്തിലുള്ള ഇടപെടലുകളായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ടായ വിപ്രവാസങ്ങളെന്ന് പിന്നീട് ഇസ്രായേൽ ജനം മനസ്സിലാക്കുന്നുമുണ്ട്. ഇസ്രായേലിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദൈവിക ഇടപെടലുകളെക്കുറിച്ചും അനന്തരഫലങ്ങളെക്കുറിച്ചും പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചിരുന്നു. അപ്രകാരം ഒരു ഇടപെടലിനെ കുറിച്ചാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-4 അധ്യായങ്ങളിൽ വിവരിക്കുന്നത്. ഇസ്രായേലിന്റെ അവിശ്വസ്തതയും കർത്താവ് അവരുടെ മേൽ നടത്തുന്ന വിധിയും 3-ാം അധ്യായത്തിൽ പറഞ്ഞതിനു ശേഷം ഇസ്രായേലിൽ നിന്ന് കർത്താവ് വളർത്തിയെടുത്തൊരു ശാഖയുണ്ടായിരിക്കുമെന്നും അവർക്ക് ലഭിക്കാനിരിക്കുന്ന ദൈവപരിപാലനയെക്കുറിച്ചുമാണ് ഏശയ്യായുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നുമുള്ള ഇന്നത്തെ തിരുവചന ഭാഗം. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ട് അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഉപേക്ഷിക്കുകയില്ല. എന്നാൽ മുന്തിരി വെട്ടിയൊരുക്കുന്നത് പോലെ അവരെ വെട്ടിയൊരുക്കി പുതിയ ശാഖയുണ്ടാകാൻ അവസരം നൽകും. കർത്താവ് വളർത്തിയ മഹനീയവും മനോഹരവുമായ ശാഖ എന്നാണ് ആ ജനതയെ വിളിച്ചിരിക്കുന്നത്. ഏശയ്യാ പ്രവാചകന്റെ ഈ പ്രവചനം ഒന്നാമതായി വിപ്രവാസം കഴിഞ്ഞു വരുന്ന ജനതകളിലേക്കുള്ള സൂചനയാണെങ്കിലും വരാനിരിക്കുന്ന മെസ്സിയാനിക യുഗത്തിലേക്കുള്ള പ്രവചനം കൂടിയാണ്. മോശയിലൂടെ നിയമത്താൽ സ്ഥാപിതമായ പഴയ ഉടമ്പടി തേജോമയമായിരുന്നെങ്കിൽ മിശിഹായിലൂടെ സ്നേഹത്തിന്റെ നിയമത്താൽ സ്ഥാപിതമായ പുതിയ ഉടമ്പടി എത്രയോ തേജോമയമായിരിക്കുമെന്നാണ് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്നും നാം ശ്രവിച്ചത്. ശിക്ഷാവിധിയുടെ നിയമത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് നീതിമത്കരണത്തിന്റെ സ്നേഹത്തിന്റെ ശുശ്രൂഷയിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവസന്നിധിയിൽ നല്ല പ്രത്യാശയും മനോധൈര്യവുമുള്ളവരായിരിക്കാം എന്നാണ് സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ ഉടമ്പടിയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് എല്ലാ ജനതകളിലും വെച്ച് വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നതുപോലെ മിശിഹായുടെ സ്നേഹത്തിന്റെ ഉടമ്പടിയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എത്രയോ വലിയ ഉത്തരവാദിത്വമുണ്ട്. നിയമത്തിന്റെ ദാസന്മാർ എന്ന നിലയിൽ നിന്ന് മിശിഹായുടെ സ്നേഹിതന്മാർ എന്ന നിലയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് മിശിഹായുടെ അനുയായികൾ. മിശിഹ നമ്മെ അപ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയാണ്. സ്നേഹത്തിന്റെ നിയമം പാലിക്കേണ്ടവരും അതിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടവരുമാണ് നാം ഓരോരുത്തരും. ആ ഫലം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഇപ്രകാരം സ്നേഹത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത്. പൗലോസ്ലീഹ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു.
കൽഫലകത്തിൽ എഴുതിയ അക്ഷരത്തിന്റെ പിൻബലത്തിൽ നോക്കിയാൽ സ്വപിതാവിനെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയ ആ ഇളയ പുത്രനെ അകറ്റി നിർത്തിയാൽ മതി. തിരിച്ചു വന്നാലും ധിക്കാരിയായി കരുതിയാൽ മതി. കാരണം നിയമത്തിന്റെ ശിക്ഷാവധി അവന് അർഹതപ്പെട്ടതാണ്. എന്നാൽ ഹൃദയഫലകത്തിൽ എഴുതിയ സ്നേഹത്തിന്റെ പിൻബലം, അതായത് മിശിഹായുടെ നിയമത്തിന്റെ പിൻബലം, അവനെ അകറ്റി നിർത്താൻ സമ്മതിക്കുകയില്ല. അവന് ശിക്ഷാവിധിയല്ല, രക്ഷയുടെ കരമാണ് നൽകുന്നത്. ധിക്കാരിയായിരിക്കുന്നവൻ അനുതാപിയായപ്പോൾ അവനെ മാറോട് ചേർക്കുന്ന സ്നേഹമാണ് പുതിയ ഉടമ്പടിയുടെ പാഠം. ആ സ്നേഹമാണ് മൃതനായിരിക്കുന്നവന് ജീവൻ നൽകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നതിനെ കാത്തിരിക്കുന്നത്. കൈത്താക്കാലം വിശ്വാസത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള സമയമാണ്. മിശിഹായിൽ വിശ്വസിക്കുന്നവർ മിശിഹായുടെ സ്നേഹത്തിന്റെ നിയമം ഹൃദയഫലകങ്ങളിൽ എഴുതുകയും ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ഫലം നൽകുകയും ചെയ്യേണ്ട സമയമാണ് കൈത്താക്കാലം. മിശിഹായുമായുള്ള എൻ്റെ ബന്ധം നിയമത്തിന്റെ നിർബന്ധത്താലായിരുന്നോ സ്നേഹത്തിന്റെ പ്രതിഫലനമായിരുന്നോ? നിയമത്തിന്റെ പേരിലായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടേക്കാം, സ്നേഹത്തിന്റെ പേരിലായിരുന്നെങ്കിൽ അത് നിലനിൽക്കും. കാരണം അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്നെന്നും നിലനിൽക്കുന്ന ആത്മാവിന്റെ ഫലം നൽകുന്നതിന് പുതിയ ഉടമ്പടിയുടെ സ്നേഹത്തിന്റെ നിയമം നമുക്ക് ഹൃദയത്തിൽ എഴുതാം. എൻ്റെ ആരാധനയും ആചാരാനുഷ്ഠാനങ്ങളും നിയമത്തിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും പേരിലാകാതെ മിശിഹായോടുള്ള എൻ്റെ വ്യക്തിബന്ധത്തിൻ്റെ പ്രതിഫലനമായി മാറട്ടെ. അപ്പോൾ അത് എന്നും നിലനിൽക്കും. മിശിഹാനുഭവത്തിൽ നമുക്ക് വളരുകയും ചെയ്യാം. അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.